മച്ചാന്മാരെ എല്ലാവർക്കും പി എസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. സാധാരണ നൂഡിൽസ് അല്ല, ഇവരാണ് ഐറ്റം. കണ്ട നേരത്തെ ഒരു ട്രെൻഡിങ് ആയിരുന്ന ജോളോ ചിപ്പിനെ പോലത്തെയൊക്കെ അതേപോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പാക്കിംഗ് ആണ്. ഇതിൽ പേരെന്ന് പറയുന്നത് ബുൾ ഡക്ക് എന്നാണ്. ബുൾ ഡക്ക് ഒരു ഡക്കൊക്കെ ഇവിടെ ഉണ്ട്. വാ തുറന്ന് വെച്ചിട്ട് ഉള്ളിൽ ഫയറൊക്കെ വരുന്ന രീതിയിലാണ് ഡക്കിൻ്റെ ഇത് ഫോട്ടോ വെച്ചിരിക്കുന്നത്. മുളകും സ്പൈസി പാക്ക് 3x സ്പൈസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം സ്പൈസി ആയിരിക്കും എന്ന് നമുക്ക് ഊഹിച്ച് നോക്കാം. അപ്പോൾ ഇത് എത്രത്തോളം സ്പൈസി ആയിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതൊരു കൊറിയൻ നൂഡിൽസാണ്. ഹോട്ട് ചിക്കൻ ഫ്ലേവർ റാമൻ എന്നൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഇവിടെ എന്താ ചൈനയിലൊക്കെ എഴുതിയിട്ടുണ്ട്, അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. 3x സ്പൈസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്രത്തോളം എരിവുള്ളതാണ് എന്നൊന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാവൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങിയാലോ. ആദ്യമായിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനൊരു പാതി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓണാക്കി കൊടുക്കാം. ഓക്കെ, ഇതിരുന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബുൾ ഡക്കിനെ പൊട്ടിച്ചൊഴിക്കേണ്ട സമയമായിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ബുൾ ഡക്കിനെ പൊട്ടിച്ച് ഇടാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് കവർ പൊട്ടിക്കാം. നമ്മുടെ കവർ പൊട്ടിച്ച് ബുൾ ഡക്കിനെ പുറത്തെടുക്കാം. സാധാരണ നമ്മൾ മാഗി നൂഡിൽസിന് കാണുന്ന പോലെയല്ല, കുറച്ചും കൂടെ സൈസ് വലുതായിട്ടുള്ള നൂഡിൽസാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള മസാലയാണ്. മസാലയെ പറ്റി ഞാൻ പറയാം. ഇതാണ് നമ്മുടെ നൂഡിൽസ് വരുന്നത്. ഇതെന്തായാലും നമുക്ക് ഇതിലോട്ട് ഇതുപോലെ ഇടാൻ പറ്റത്തില്ല. നമുക്കിതുപോലെ പൊട്ടിച്ചിടേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയുണ്ട് കേട്ടോ. പിന്നെ പീസായിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഇതേപോലെ കുറച്ചൊന്ന് പൊടിക്കേണ്ടി വരും. ഓക്കെ, അല്പം കൂടി വെള്ളം നമുക്ക് ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. ഓക്കെ, ബാക്കി വരുന്നത് നമുക്കിതുപോലെ ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നല്ല റെഡ് കളറിലാണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. നല്ല പാക്കിംഗ് ഒക്കെ നല്ല ചുവന്ന് തുടുത്താണ്ടിരിക്കുന്നത്. ഒരു മുളക് കലക്കി വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് പൊട്ടിച്ച് നോക്കിയാൽ ഇതിൻ്റെ അകത്തെ മസാല എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂ. ഒരുപാട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. സൂപ്പ് ഇനി നമ്മുടെ മസാല ഇടാനുള്ള ടൈമാണ്. നമുക്ക് മസാല ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. സാധാരണ മസാല പൊടിയല്ല, ഇതിൻ്റെ മസാല വരുന്നത് ഒരു ലിക്വിഡ് ഫോമിലാണ് ഇതിൻ്റെ മസാല വരുന്നത്. നല്ല റെഡിഷ് കളറാണ്. നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൈ ഗോഡ്, ശരിക്കും പറഞ്ഞാൽ ടാറ് പോലുള്ളൊരു സാധനം. ടാറ് ഉരുക്കി ഒഴിച്ച പോലുണ്ട്. മൊത്തം നമ്മൾ പിഴിഞ്ഞതിൽ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ നോക്ക്. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ നൂഡിൽസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കഴിച്ചു നോക്കാൻ പോവുകയാണ്. ഓക്കെ, നല്ല ചൂടുണ്ട്. വലിയ എരിയായിട്ടൊന്നും തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇനി കഴിച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം പിന്നീട് എരി വരുമോ എന്ന്. ഇത്രയും കഴിച്ച് തീർക്കാണ്ട്
എരി ഉണ്ടോയെന്ന് വെച്ചാൽ എരിഞ്ഞു തുടങ്ങി. അത്യാവശ്യം നല്ല എരിയുണ്ട്. എരിവ് എന്താ അവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ വിയർക്കുന്നുണ്ട്. എന്താ അവസ്ഥയെന്ന് വെച്ചാൽ നാക്കിൻ്റെ ഇവിടെ ഒരു ആദ്യം കഴിച്ചപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ മുളക് കുത്തുന്ന നീറ്റൊരു ചുണ്ടിൻ്റെ അറ്റത്ത് ചുണ്ടിൽ എല്ലാം നല്ല പുകച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ളിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ആദ്യം കഴിച്ച സമയത്ത് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ നല്ല എരിഞ്ഞു വരുന്നുണ്ട്, നല്ല എരിവുണ്ട്. എരിവും ചൂടും കൂടെ ആയപ്പോഴത്തേക്കും നല്ല എരിവുണ്ട്. കാണുന്ന പോലെ അല്ല, സംഭവം നല്ല എരിയാണ്. ഇത് ഇത്രയും കഴിക്കാണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. സമയം കഴിയുന്നതോറും എരി കൂടിക്കൂടി വരുന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ചുണ്ട് ഇവിടെ ഇത്രയും നല്ല രീതിയിൽ പുകഞ്ഞ് നീറുന്നുണ്ട്. നല്ല എരി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഉമ്മുനീരൊക്കെ പുറത്തോട്ട് വരുന്നൊരവസ്ഥയാണ്. ചുണ്ടിൻ്റെ അറ്റമൊക്കെ നല്ല നീറ്റലുണ്ട്. ശരിക്കും ഇത് പാക്കറ്റുകൾ പറയുന്ന പോലെ തന്നെ നല്ല സ്പൈസിയാണ്. നല്ല എരിയുണ്ട്. ആദ്യം കഴിച്ച സമയത്ത് നമുക്ക് വലിയ എരിയായിട്ട് ഫീൽ ചെയ്തില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം, ഇതെങ്ങനെയുണ്ട് സാധനം എന്നറിയാനുള്ള പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് കഴിക്കുന്നത്. ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ എരി വരണമെങ്കിൽ ആ ഒരു മസാലയുടെ ലിക്വിഡ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി. നല്ല കട്ട ചുവപ്പ്, നല്ല കടും നിറത്തിൽ ഡാർക്ക് ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം അതിലെത്രത്തോളം പദാർത്ഥങ്ങൾ അങ്ങനെ ആവാൻ വേണ്ടി എത്രത്തോളം ഫുഡ് കളേഴ്സും ഇൻഗ്രീഡിയൻസൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കൊച്ചുകുട്ടികൾ എന്തായാലും ഇത് കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വളരെ കുറച്ചുള്ള ചെറിയ അളവിൽ മാത്രം ആ മസാല യൂസ് ചെയ്യുക. ഞാൻ മുഴുവൻ മസാല യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം എരി വന്നത്. കുറച്ച് മസാല മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നോർമലായിട്ട് കഴിക്കാനുള്ള രീതിയിൽ നമുക്ക് കഴിക്കുന്നത്. ഫുൾ മസാല കഴിച്ചാൽ കൊച്ചു കുട്ടികൾക്ക് എന്തായാലും ഇത് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ നെഞ്ചിലും വയറ്റിലും ഒക്കെ ഒരുമാതിരി എരിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ചുണ്ടിലാണ്, ചുണ്ടിലും നാക്കിൻ്റെ അറ്റത്തുമാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മുടെ നൂഡിൽസ് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും ബാക്കിയുണ്ട്. ഇനി എനിക്കിത് കഴിക്കാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ ഇപ്പോൾ തന്നെ കണ്ണെന്നും മൂക്കുന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒലിക്കുന്നുണ്ട്. കവറിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഇത് 3x സ്പൈസിയാണ്. കൊച്ചു കുട്ടികൾ എന്തായിരുന്നാലും ഇത് ട്രൈ ചെയ്യരുത്. ട്രൈ ആണെന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് മസാല യൂസ് ചെയ്തിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ ഒരു നൂഡിൽസ് നല്ല സ്പൈസിയാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവർ വളരെ കെയർഫുള്ളായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു നല്ല വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ്